ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് മറ്റൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ടാണ് ഗൈസ്. നിങ്ങളെന്ന് വിചാരിക്കും ഞാൻ ഇന്ന് ഏത് സെർവറില്ല, ബെഡ് വാറൊന്നും അല്ലല്ലോ, പിന്നെ ഞാൻ എന്താണ് ഇന്നൊരു വെറൈറ്റി പിടിച്ചത് ഗൈസ്. നമ്മൾക്ക് ഒരു സെർവറിൽ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. മൈൻഡ് സിറ്റി എന്നാണ് സെർവറിൻ്റെ പേര്. കംപ്ലീറ്റ്ലി ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റഡ് ആണ് ഗൈസ്. പിന്നെ റോൾ പ്ലേയും ആണ് ഈ സെർവർ. അപ്പോൾ അങ്ങനത്തെ ഒരു സെർവറാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് പോകും. ഞങ്ങളൊരു 4, 5, 6, 7, 8 പേരുണ്ട് ഗൈസ്. അപ്പോൾ ഈ സെർവറിൻ്റെ ഓണർ എന്ന് പറയുന്നത് ലോസ്റ്റ് മേക്കർ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ മാസ്ക്, അങ്ങനെ കുറച്ച് പേരുണ്ട് ഗൈസ്. കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് അവരൊന്നും വലുതായിട്ട് അറിഞ്ഞൂടാ. അപ്പം എനിക്ക് ഓണറിനെയൊക്കെ അറിയാം. അപ്പോൾ എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. കൂടുതലും ഇതിനകത്ത് യൂട്യൂബേഴ്സിനെയാണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. ലോസ്റ്റ് മേക്കറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അതിൻ്റെ കാര്യം ഫസ്റ്റ് കാര്യം ഞാൻ നാട്ടിലില്ലായിരുന്നു. സെക്കൻഡ്, എനിക്ക് നാട്ടിലില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് നെറ്റ് കിട്ടുന്നില്ലായിരുന്നു, അതായിരുന്നു. അപ്പോൾ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം മൈൻഡ് സിറ്റിയുടെ വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയി സെർവറിൽ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കാം ഗൈസ് നമുക്ക്. ഗൈസ്, അപ്പോൾ ഞാൻ ഏതൊരു മലയുടെ മണ്ടയ്ക്ക് ഇവിടാണ് ഗൈസ് വന്ന് സ്പോണായിരിക്കുന്നത്. ഞാൻ ഏത് എവിടാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കാം ഗൈസ്. ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഗൈസ്. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇവിടെ ആരും ഇല്ലേ ഗൈസ്? അവിടെ എന്താണ് ഗൈസ്? നിങ്ങളത് കണ്ടായിരുന്നോ? എന്താണ് ഗൈസ്, എന്തൊരു സംഭവം ഗൈസ്? നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. എന്നൊന്ന് നോക്കാം. ഓ ഗൈസ്, ഇതെന്താണ് സംഭവം? ഫ്ലാറ്റോ? എന്തായാലും അടിപൊളി ബിൽഡാണ് ഗൈസ്. ഓ എൻ്റെ മോനെ, സൂപ്പർ ഗൈസ്. എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇപ്പോൾ ആരും ഇല്ലെന്നാണ് ഗൈസ് തോന്നുന്നത്, കാരണം കഥയൊക്കെ തുറന്നിട്ടേക്കാണ്. ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കയറാം. എനിക്കൊന്നും ഇത് റൂമാണെന്ന് ഗൈസ്. നമുക്കിവിടെ ഒന്ന് കയറി നോക്കാം ഗൈസ്. ഓ ഗൈസ്, ഇത് ഒരു റൂം സെറ്റപ്പാണ് ഗൈസ്. ഇതൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. മതി, നമ്മളിതൊക്കെ കൊടുത്ത് ഗോൾഡൊക്കെ കൊടുത്ത് കയറത്തില്ലേ, അങ്ങനത്തെ ഒരു ഹോട്ടലാണ് ഗൈസ്. ഓ ഗൈസ്, ഈ ഒരു ഇത് കൊള്ളാം ഗൈസ്. ഇതിന് മണ്ടയ്ക്കോട്ട് ഫ്ലോർ ഉണ്ടോ? ഫ്ലോർ ഉണ്ടെങ്കിൽ നമുക്ക് മണ്ടയ്ക്ക് എടുക്കാൻ പറ്റും ഗൈസ്. എടുക്കാൻ നോക്കാം. ചിലപ്പോൾ അതൊക്കെ ബുക്ക്ഡ് ആയിരിക്കും ഗൈസ്. ഓ ദേ ഗൈസ്, ഒരാളിത് ബുക്ക് ചെയ്ത് ഗൈസ്. ഓ ഇവിടെയും ബുക്ക് ചെയ്ത് ഗൈസ്. ടോപ്പിൽ എനിക്ക് തോന്നുന്നു ആർക്കും ഇല്ല ഗൈസ്. അത് VIP ഉള്ളതാന്ന് തോന്നുന്നത്. അത് മിക്കവാറും ആരെങ്കിലും എടുത്താണ് ഗൈസ്. ഓ ലോസ്റ്റ് മേക്കർ സെർവർ ഓണർ എടുത്ത് ഗൈസ്. ഓ കില്ലാടിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോയി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊന്ന് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് താഴോട്ടൊന്ന് പോയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ താഴെ ഓഫീസിൽ പോയായിരുന്നു ഗൈസ്. അപ്പോൾ ഈ സെർവറിൻ്റെ ഓഫീസിൽ പോയപ്പോൾ ഇതിൻ്റെ ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ഗോൾഡ് ആ മറ്റേ ഏറ്റവും മണ്ടയ്ക്കത്തെ ഫ്ലോറിൽ ഓണറാണ് ഗൈസ്. അവിടെയാണ് നമ്മൾ ഗോൾഡ് ഇടേണ്ടത്. ഗോൾഡ് അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് 2-3 ദിവസം സമയമുണ്ട് ഗൈസ്. ഇതല്ല ഓണറിൻ്റെ റൂം. ഏറ്റവും മണ്ടയ്ക്കാണ് ഗൈസ് ഓഫീസും ഓണറിൻ്റെ റൂമും ഒന്നിച്ചാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമുക്ക് ഈ സംഭവം വേണ്ട ഗൈസ്. ലോസ്റ്റ് മേക്കർ ഇതാണ് ഓഫീസും റൂമുമായിട്ടുള്ളതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെ ഒരു ചെസ്റ്റോ ബാറിലോ എവിടെയെങ്കിലും ഒക്കെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ റൂം അങ്ങ് ബുക്ക് ചെയ്യാം ഗൈസ്. ഇവിടെ ഗൈസ് ഇത് ബാത്റൂമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടോട്ട് എന്തായാലും വെക്കാം ഗൈസ്. ഇവിടോട്ട് നമുക്ക് ഇവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗോൾഡാണ് പറഞ്ഞേക്കുന്നത് ഒരു ദിവസത്തേക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 8 ഗോൾഡ് ഇവിടെ വച്ചേക്കാം.
അത് കഴിഞ്ഞ് നമുക്ക് നാളെ ഒരു 2 ഗോൾഡ് കൂടെ കൊടുത്ത് 2 ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്യാം ഗൈസ്. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രൈൻഡൊക്കെ ചെയ്തിട്ട് നമുക്ക് പിന്നെ പെതുക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ താഴത്തെ റൂം എന്തായാലും എടുത്തല്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു സൈൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും അതെടുക്കും. നമ്മൾ ഈ റൂമല്ലേ ഗൈസ് എടുത്ത്? യെസ്, നമ്മൾ ഈ റൂമാണ് ഗൈസ് എടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒരു സൈൻ ബോർഡ് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. റൂഞ്ചറി ഫാൻ എന്ന് പറഞ്ഞൊരു ബോർഡ് നമ്മൾ അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഈ റൂം നമ്മൾ ബുക്ക് ചെയ്തു ഗൈസ്. ബിക്കോസ് ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ സെറ്റ് ചെയ്യണം ഗൈസ്. ഹോട്ടലിൻ്റെ ഇവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹോട്ടൽ സെറ്റപ്പാണ് ഗൈസ്. പിന്നെ നമുക്ക് ഈ സെർവറിൽ ഈ ഒരു ഹോട്ടലിൽ താമസിച്ചാൽ പോരാ ഗൈസ്. നമുക്ക് ഈ ഒരു സെർവർ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പിനായിട്ട് കാണാം ഗൈസ്. ന്യൂ പ്ലേയേഴ്സൊക്കെ വരുമ്പോൾ അവർക്കൊരു സ്റ്റാർട്ടപ്പിനായിട്ടാണ് ഈ സെർവർ വെച്ചേക്കുന്നത്, ഈ ഒരു ഹോട്ടൽ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഹോട്ടൽ നമുക്ക് കുറച്ച് ഗ്രൈൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു കുറച്ച് നമ്മളൊരു മണിയൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നൈസ് ഒരു വില്ല പോലത്തെ സെറ്റപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ അങ്ങനത്തെ വില്ല പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു റെൻറ്റും കൊടുക്കാണ്ട്. ഇവിടെ ആണെങ്കിൽ ഓരോ ദിവസവും 5 ഗോൾഡ് വെച്ച് കൊടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ എന്നും ഗ്രൈൻഡ് ചെയ്താലും 5 ഗോൾഡ് വെച്ച് കിട്ടും ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമുക്ക് കുറച്ച് ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മൾ ചെറിയൊരു ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഈ ഇൻറ്റീരിയർ മൊത്തം ഡെവലപ്പ് ചെയ്തത് ഞാനല്ല. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. കുറച്ച് മണിയൊക്കെ അത്യാവശ്യം വേണം. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് ഈ ഇൻറ്റീരിയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത്. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രയും ഇങ്ങനെ എടുക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഒരു കമ്പനിയെ വിളിച്ചു ഗൈസ്. അപ്പോൾ ആ കമ്പനിയാണ് എനിക്കിത് ഫുള്ള് സെറ്റ് ചെയ്ത് തന്നത്. ആ കമ്പനിക്ക് ആദ്യം അഡ്വാൻസ് കൊടുക്കാൻ എൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഗൈസ്. അപ്പം അവനെ ഞാൻ വിളിച്ചിട്ടാണ് കുറച്ച് ക്യാഷ് ഈ കമ്പനിക്ക് കൊടുത്തിട്ട് ഇത് മൊത്തം ഡെവലപ്പ് ചെയ്യുക. ഇനി അവനത് തിരിച്ചു കൊടുക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇതായിരുന്നു. നമ്മൾ അത്യാവശ്യം ഡെവലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹൗസ്. നമുക്ക് ഇപ്പോൾ വലിയതായിട്ട് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി ഗൈസ്. അപ്പോൾ അടുത്തൊരു മൈൻഡ് സിറ്റിയുടെ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. ബൈ.